ഹായ്! ഇന്ന് നല്ല സന്തോഷമുള്ള പരിപാടിയാണ്. എന്താന്നല്ലേ, നല്ല പോളിങ് തന്നെ. എല്ലാവരും വെട്ടിക്കൂട്ടി എന്താ പറയുക, വയറ് നിറയ്ക്കുന്നുണ്ട്. ഇത് തന്നെ സംഭവം. ചക്ക വെട്ടി ചുള പറിക്കുക. നല്ല പരിപാടിയല്ലേ? എത്ര മനോഹരമായ ആചാരം അല്ലേ? നമ്മുടെ കുക്കി ഉണ്ടല്ലോ, ഇത് കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടാ. വെട്ടാനോ ചുള പറിക്കാനോ ഒന്നും പറ്റില്ല. ലാസ്റ്റ് ഞങ്ങൾ അവിടെ കെട്ടിയിട്ടു. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ കെട്ടിയിടും. വർക്ക് ഏരിയയിൽ തന്നെ. പിന്നെ കൂടൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. കെട്ടിയിട്ടാൽ കുഴപ്പമില്ല, നമ്മളടുത്ത് ഉണ്ടാവണമെന്നേ ഉള്ളൂ. പിന്നെ അകത്തൊന്നും പൂട്ടിയിടാൻ പറ്റില്ല, കരഞ്ഞ് ബഹളം വെക്കില്ല. അതിന് നല്ലത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവളും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. കെട്ടിയിട്ടില്ലെങ്കിൽ മുളഞ്ഞീനിലും ചക്കയിലൊക്കെ കിടന്ന് വരിക കഴിഞ്ഞാൽ അതിലേറെ പണിയാവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കെട്ടിയിട്ടു. എല്ലാവരും കൂടി ഇരുന്ന ഈ പരിപാടി വേഗം കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. തീരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ ചെയ്തില്ലേ ഡ്രസ്സിന്റെ മുകളിൽ ഇരുന്നിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞല്ലോ, ചക്ക കെട്ടി കഴിഞ്ഞ് ഉപ്പേരി വെച്ച് ചായയും കുടിക്കായിരുന്നു. പിറ്റേ ദിവസം തന്നെ ചക്ക കെട്ടിട്ടോ. ചക്ക വെട്ടി കുറച്ച് നേരം വരെ ഒന്നും ഞങ്ങൾ വായിൽ വെച്ചില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുക്കിക്ക് അപ്പത്തൊട്ട് കഴിക്കാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഞങ്ങളുടെ കൺട്രോളും പോയി, കുക്കിയുടെ കൺട്രോളും പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാത്രത്തിൽ ഇങ്ങനെ വീടാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും കുറച്ച് കൊടുക്കാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോയിൽ കുറേ പേര് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് പറയുന്നുണ്ട്, കുക്കിക്ക് നിറയെ ഭക്ഷണം കൊടുക്കും, കുട്ടിയുടെ വയറൊട്ടി കൊടുക്കണം, കുട്ടിക്ക് വിശപ്പ് തീരുന്നില്ല, എന്താ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത്, അതൊരു മൂലയ്ക്ക് പോലും തികയില്ല, അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ആ കുഞ്ഞ് 1 മാസേ പ്രായമായിട്ടുള്ളൂ. അപ്പം അതിന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വയറ് ഇച്ചിരി ഉടഞ്ഞു കിടന്നാലും കുഴപ്പമില്ല, വയറ് ഫുള്ളായി കിടക്കില്ലേ, പെട്ടെന്ന് വയ്യാതെയാവും. അറിയില്ല നമുക്ക് വയ്യാതെ, ഞങ്ങൾക്ക് പട്ടീനെ നോക്കിയിട്ട് ശീലമൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നത് അറിയില്ല, കരയും, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ലല്ലോ. പിന്നെ അതിനെ കളിപ്പിച്ചാൽ അത് കളിക്കുകയും ചെയ്യും. അപ്പം അതിൻ്റെ അസുഖങ്ങൾ അതിനും അറിയില്ല, നമുക്കും അറിയില്ല. പിന്നെ വന്ന സമയത്ത് ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അതിൻ്റെ അമ്മയുടെ പാല് കിട്ടുന്നില്ല, അമ്മേനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ പാലും ഡോഗ് ഫുഡൊക്കെ കൊടുത്തപ്പോൾ ആള് ഉഷാറായിട്ടോ. പിന്നെ ഈ ചക്ക ഉണ്ടല്ലോ, ഭയങ്കര മധുരട്ടോ. തേൻ വരിക്ക ചക്കയാണ് കേട്ടോ. അതിൻ്റെ ചൗണി തന്നെ കാണാൻ നല്ല കനാണ്. ഇത് ശരിക്കും ഈ പഴുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഇതിന് മടലും കുറവാണ്. അതായത് മുള്ളു മാത്രമേ ഉള്ളൂ. ഭയങ്കര തിന്നാണ് കേട്ടോ. മുള്ള് പഴുത്ത് കഴിഞ്ഞാൽ അത്രയും പഴുക്കും ഫുള്ളായിട്ട്. ചവണിയും കളയാനൊന്നും ഉണ്ടാവില്ല. ഒരാൾ കുക്കീനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടോ. കുക്കിക്ക് കണ്ടിട്ട് ഇരിക്കപ്പുറത്തില്ല. അപ്പോൾ അവളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ഒരാൾ. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ചക്കച്ചുളയിലെ പോളയൊക്കെ കളഞ്ഞ് ഈ ചക്കക്കുരു കഴുകി മാറ്റാണ്. ഇല്ലെങ്കിൽ ഈച്ചക കൊത്തി ഉറുമ്പ് വന്ന് അവിടെ നിറയും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചക്കയുടെ പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് കിടക്കും. ഇതാണ് കേട്ടോ. നമ്മുടെ കുക്കിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ. അവർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഇഷ്ടം കൊണ്ടാണ് അവർ കുക്കിയുടെ വയറ് കാണുമ്പോൾ കുക്കിന് നിറയെ ഭക്ഷണം കൊടുക്കുക, കുറച്ച് ഭക്ഷണം കൊടുക്കണം കാണുമ്പോൾ ഇത്ര ബോറ നിറയെ കൊടുക്കുക എന്ന് പറയുന്നത് ഇഷ്ടം കൊണ്ടാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ അവർ എന്താ പറയുക, വയറൊക്കി പിടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഭയങ്കര തിരക്കോട് കൂടിയിട്ടാണ് കുക്കി ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ വയറൊട്ടി നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിന്റെ പ്രായത്തിന്റെയാണ് കേട്ടോ. എന്ത് കൊടുത്താലും തിരക്ക് കൂടി കഴിക്കുന്നത്. അതിന് രുചി അറിയാറായിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഭക്ഷണം എന്താണെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഇടവിട്ടിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് കൊടുക്കുക. അത് 3 മണിക്കൂർ 4 മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിച്ച് നിറയെ കൊടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ദഹിക്കില്ല, ചോറ് പ്രത്യേകിച്ചും ദഹിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാനത് എല്ലാ നേരവും നമുക്ക് എടുത്ത് വീഡിയോ ഇടുന്നത് കാണിക്കാൻ പറ്റില്ലല്ലോ. അതാണ് എല്ലാവർക്കും അറിയാത്തത്. കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒത്തിരി സന്തോഷം. ഇതെന്താണെന്ന് മനസ്സിലായോ? വെള്ളം പോവാനായിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനൊക്കെ അതുപോലെ തന്നെ ഗ്ലാസ് ചെറിയ ടവറുകളൊക്കെ നമുക്ക് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ പരിപാടി ചക്ക പുഴുങ്ങാൻ പോവാണ്. ശർക്കര ഇട്ടിട്ട് ഒരു വിസിലടിച്ച് വെക്കാം കേട്ടോ. അപ്പം നമുക്ക് നാളെ സൗകര്യം പോലെ നാളെയോ മറ്റന്നാളോ അതെടുത്ത് വരട്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് അടയുണ്ടാക്കാം. ഈ വേവിച്ച് വെച്ച ചക്ക നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ആവശ്യത്തിന്. ഇന്നിപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണമെന്നില്ല, നാളെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് വരട്ടോ അതല്ലെങ്കിൽ നമുക്ക് അടയുണ്ടാക്കാനോ നമുക്ക് ആവശ്യത്തിനെടുത്ത് ചെയ്യാം. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരട്ടിയെടുക്കാൻ പാടായിരിക്കും. വെള്ളം അത്രയും വറ്റി കിട്ടണ്ടേ. അപ്പോൾ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മുളഞ്ഞീനെ എങ്ങനെ കളയാം. അപ്പോൾ ഇതുപോലെ ഗ്യാസിലോ അടുപ്പിലോ തീയിൽ വെച്ചിട്ട് അതിന് അടുത്ത കത്തി കൊണ്ടോ വെട്ടുകത്തി ഉണ്ടാവുമല്ലോ നമ്മൾ ചക്ക വെട്ടി, അപ്പോൾ രണ്ടിലും ഉണ്ടാവും. അപ്പോൾ രണ്ട് കത്തിയോ വെട്ടുകത്തിയും തമ്മിൽ പച്ച ഇതുപോലെ തുടച്ച് മാറ്റിയെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഉരുക്കി ഇങ്ങ് പോന്നോളും. ക്ലീൻ ആയി കിട്ടും കേട്ടോ കത്തി. അതിന് ശേഷം നമ്മൾ വല്ല ചകിരിയോ പേപ്പറോ വെച്ച് തുടച്ച് മാറ്റാം. എന്നിട്ട് നിറയെ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് അതിനെ സോപ്പിട്ട് കഴുകി കത്തി വൃത്തിയാക്കി എടുക്കാം. ക്ലീൻ ആയിരിക്കും കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അല്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നു എന്നുള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് മൂർച്ച കൂട്ടി എടുക്കാം കേട്ടോ. മൂർച്ച ഇപ്പോൾ ചൂട് കയറ്റി കഴിഞ്ഞാൽ മൂർച്ച പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. പക്ഷെ അരത്തിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് മൂർച്ച കൂട്ടിയാൽ കത്തിയുടെ മൂർച്ച അതേപോലെ തന്നെ നല്ല മൂർച്ചയായിട്ട് തന്നെ നിൽക്കും കേട്ടോ.
അപ്പോൾ ചക്ക ദേ അപ്പുറത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക പുഴുങ്ങി അട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇലയില്ലാതെ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് അതിൻ്റെ ലിങ്കിൽ പോയി കാണാം കേട്ടോ. ഇലയില്ലാതെ അട ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് അവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ചക്ക വിശേഷങ്ങളൊക്കെ ഞങ്ങളത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളും ഷെയർ ചെയ്യണം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ട്രിക്ക്, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.